நமக்கு வேண்டி வச்சிருக்கின்ற ஒரு மகிமாசனம், ഗ്ലോറിയസ് ത്രോൺ. എബ്രായർ 8:1 മഹിമാസനത്തിൽ എത്തിച്ചേരണം, വീഴരുത്. എന്തുകൊണ്ട് വീഴുന്ന ആളുകൾ? ഒരു 3-4 കാര്യങ്ങൾ നാം ധ്യാനിച്ച് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാം. ദൈവത്തിൻ്റെ ഹിതമോ മനുഷ്യൻ വീഴരുത്, അവിടെ എത്തിച്ചേരണം. പിന്നെ എന്തുകൊണ്ട് വീഴുന്നു? സുവിശേഷം 1 2 അതാണ് വീഴുന്നത്. 2 സുവിശേഷം. ഇപ്പോൾ ഗലാത്യർ 1-ാം അധ്യായത്തിൽ പൗലോസ് അന്നേ അടിവരയിട്ട് എഴുതുന്നു. 1 സുവിശേഷം, സത്യ സുവിശേഷം. മറ്റൊന്ന് പെർവെർട്ടഡ് ഗോസ്പൽ, വേറൊരു സുവിശേഷം. അത് അന്നേ മുന്നറിയിപ്പ് നൽകി. വേറൊരു സുവിശേഷം പൗലോസ് എഴുതുന്നു. വേറൊരു സുവിശേഷം ഞാൻ പ്രസ്താവിച്ചാലോ, സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് അറിയിച്ചാലോ, യേശുവിനെ മാറ്റി നിർത്തിയുള്ള വേറൊരു സുവിശേഷം അറിയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. Number 1 gospel, number 2 another gospel. സുവിശേഷം അനുസരിക്കുന്നവൻ വീഴത്തില്ല. വേറൊരു സുവിശേഷം പിടിച്ച് രക്ഷക്കൊളലും കെട്ടി മുട്ടയും അടിച്ച് കാവിയും ഉടുത്ത് വസ്ത്രത്തിൻ്റെ കളറ് മാറ്റി മാലയും കെട്ടി മലയും കയറി നടക്കുന്ന നമ്മുടെ ആളുകൾ കുറച്ചെണ്ണമുണ്ട്. നീ വീഴും. ഈ സുവിശേഷം അനുസരിക്കുന്ന ഒരുത്തനെയും വീഴ്ത്തുന്ന ദൈവമല്ല, നിർത്തുന്ന ദൈവമാണ്. നീ വീഴുകയില്ല. വേറൊരു സുവിശേഷം നീ കേട്ടാൽ നീ വീഴും. സത്യ സുവിശേഷം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 ക്രിസ്തുവിൻ്റെ കൃപയാൽ ലഭിച്ച സുവിശേഷം. ഒരു ഉത്സാഹം ഇല്ലല്ലോ. ക്രൈസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളു തുള്ളണം, നിന്റെ ഉള്ളു തുള്ളണം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:5 ക്രിസ്തുവിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ച സുവിശേഷം, അതാണ് ഒറിജിനൽ സുവിശേഷം. 2 തിമോത്തിയോസ് 3-ാം അധ്യായം 15-ാം വചനത്തിൽ ക്രിസ്തുവിൽ നീ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്താൽ നിനക്ക് ലഭിച്ച സുവിശേഷം, അതാണ് സത്യ സുവിശേഷം. 3 എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വചനത്തിൽ ലോക സ്ഥാപിതമാകും മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിനക്ക് ലഭിച്ച സുവിശേഷം, എല്ലാം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ അത് മായം കലർന്ന. പൗലോസ് എഴുതുന്നു, ഇറ്റ് ഈസ് പെർവെർട്ടഡ് ഗോസ്പൽ, ഇറ്റ് ഈസ് അനദർ ഗോസ്പൽ. അത് വേറൊരു സുവിശേഷം. അത് അനുഗമിച്ചാൽ നീ വീഴും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19-ാം വചനത്തിൽ നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചാൽ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെക്കാളും നിങ്ങളും ഞാനും അരിഷ്ടന്മാരത്രേ. ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് മലയാളത്തിൽ, ഇംഗ്ലീഷിലും. അങ്ങനെയല്ല വചനം, ചെറിയ ഒരു മിസ്റ്റേക്ക്. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ അങ്ങനെയല്ല, നാം ഈ ആയുസ്സിന് വേണ്ടി മാത്രം
കൈകളെ തട്ടി. അത് തമിഴിൽ ക്ലിയറാണ്. ഇമ്മയ്ക്കാக மாத்திரம், இம்மைக்காக மாத்திரம் இயேசுவில் நம்பிக்கை வைத்தால் எல்லா மனுஷரை காட்டிலும் பரிதாபத்துக்குரியவர்கள். ഇവിടത്തെ കാര്യം എന്നെ ഒരു സഹോദരൻ വിടത്തില്ല. അടുത്ത ഒരു കല്യാണം കൂടെ നടക്കാൻ പ്രാർത്ഥിക്കണം ബ്രദറെ, അടുത്ത ഒരു കല്യാണം കൂടെ നടക്കാൻ പ്രാർത്ഥിക്കണം ബ്രദർ. ആദ്യം കെട്ടിയത് 3 മാസത്തിൽ അവൾ പിണങ്ങിപ്പോയി. രണ്ടാമത് കെട്ടിയത് 3 മാസത്തിൽ അവൾ മരിച്ചു. ഇനിയും ഒന്നുകൂടെ കെട്ടി നടക്കാൻ പ്രാർത്ഥിക്കണമേ ബ്രദറെ. കുറച്ച് നാൾ ആളെ കാണുന്നില്ല. ഞാൻ ഒരു ദിവസം ബസ്സിൽ കയറി. ഒരു സ്റ്റോപ്പിൽ ബസ്സിൽ പകുതി എണ്ണം, ഒരു അമ്മയും ഒരു പുരുഷനും കുറച്ച് മക്കളും, പകുതി എണ്ണം ഇറങ്ങി. ആകുമ്പോൾ പുരുഷൻ ഇവനാ. 3ാമത്തെ കല്യാണം കെട്ടിയത് ഒരു തള്ളയും ഒരു പഞ്ചായത്തിൻ്റെ മക്കളെയും. നല്ലത്, அதை നീ കുഞ്ഞുങ്ങളെ പുലർത്തിയാൽ നല്ലത്. ദൈവഹിതം തിരിച്ചറിയണം കേട്ടോ. പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല. കെട്ടാൻ വേണ്ടി മാത്രം, ജോലിക്ക് വേണ്ടി മാത്രം, കല്യാണത്തിന് വേണ്ടി മാത്രം, ലിൻഡൽ വാർക്കാൻ വേണ്ടി മാത്രം, ക്യാൻസർ മാറാൻ വേണ്ടി മാത്രം, പേ വിട്ട് മാറാൻ വേണ്ടി മാത്രം, ഒരു വീട് കിട്ടാൻ, ചിട്ടി കിട്ടാൻ വേണ്ടി മാത്രം. അതാണ് കർത്താവ് അരുളി ചെയ്യുന്ന ഇഹലോക കാര്യങ്ങൾക്ക് പന്നി ഒരിക്കലും മുകളിൽ നോക്കുകയില്ല. ചെത്തിട്ട് അറുക്കാൻ തണ്ടിൽ കെട്ടി മല്ലാത്തിയിട്ട് കൊണ്ടുപോകുമ്പോൾ പന്നിയുടെ കണ്ണ് മുകളിലിരിക്കും. അപ്പോൾ ജീവൻ കാണത്തില്ല. ജീവൻ ഉള്ളപ്പോൾ പന്നി എപ്പോഴും അഴുക്കും ഗ്രൗണ്ടിലാണ്, നിലത്തിലാണ്. അതേപോലാകരുത്. അങ്ങനെ ഉള്ളവൻ അരിഷ്ടൻ. ഒന്ന് കിട്ടി മറ്റത് കിട്ടാതിരുന്നാൽ നീ ദൈവസന്നിധി വിട്ട് ഓടിക്കളയും. നിന്റെ പ്രത്യാശ ഇവിടത്തെ കാര്യത്തിലല്ല, സ്വർഗത്തിൻ്റെ കാര്യത്തിലായിരിക്കണം. ആദ്യം അവൻ്റെ രാജ്യവും നീതിയും. പിക്നിക്ക് രണ്ടാമത്, കല്യാണം രണ്ടാമത്, മരണം, പാലുകായ്പ്, ബർത്ത്ഡേ, സ്കൂൾ ഡേ രണ്ടാമത്. ആദ്യം ദൈവത്തിന്. അല്ലാതെ ദൈവസന്നിധിയിൽ കളിച്ചാൽ ദൈവം നിന്നെ പഠിപ്പിക്കും. ഇത്ര വചനം കേട്ടിട്ടും ദൈവസന്നിധിയിൽ അധികം വിളയാടരുതേ. ദൈവത്തിന് സമയവും സന്ദർഭവും സമ്പത്തും നിന്റെ സൗന്ദര്യവും നിന്റെ സാഹചര്യവും നൽകി നോക്കുക. നിന്റെ അയൽക്കാരൻ ഇങ്ങനെ നോക്കുന്ന രീതിയിൽ ദൈവം എന്നെ ഉയർത്തിക്കാട്ടും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറൊരു സുവിശേഷം കേട്ടാൽ നീ വീഴും. ഇവിടത്തെ കാര്യം ഗമ്യാൻ നടക്കണം, മറ്റതൊക്കെ നടക്കട്ടെ എന്നുള്ള ചിന്ത ഉണ്ടായാൽ നീ വീഴും. മൂന്നാമത്, എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. റോമർ 5:4 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതാണ് ക്രിസ്തീയ ക്രമം, ദൈവമക്കളുടെ ക്രമം. നാം ഐ ബോസ്റ്റ് ഈവൻ ഇൻ സഫറിങ്. അതാണ് ക്രമം, അതാണ് ഓർഡർ. ക്രിസ്തീയ ക്രമം അതാണ്. കഷ്ടതയിലും പീഡനത്തിലും നിലവിളിയിലും ഞാൻ പ്രശംസിക്കുന്ന കാരണം ഈ കഷ്ടതയിൽ കൂടിയാണ്
அப்போஸ்தலர் 14:22 പൗലപ്പോസ്തലൻ എഴുതുന്നു, കഷ്ടതയിൽ കൂടിയാണ് നാം സ്വർഗത്തിൽ കടക്കേണ്ടവരാകുന്നു. ആമേൻ. അതിന് ഒരു ക്രമം ஞானிகளுக்கெல்லாம் ஞானி சாலமன் ராஜா நம்ம പഠിപ്പിക്കുന്നു. സഭാപ്രസംഗി 7-ാം അധ്യായം 8-ാം വചനത്തിലെ ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അവസാനം നല്ലതായിരിക്കണം. എങ്ങനെയെങ്കിലും യവൻ്റെ പെടലിലെങ്കിലും വീണ് കടമോ ലോണോ വിറ്റോ അങ്ങ് 10 ചക്രം ഇങ്ങ് പാക്കറ്റിലാക്കും. ഇപ്പം കല്യാണം നടത്താൻ, ആണുങ്ങളുടെ കല്യാണം നടത്താൻ കടം വാങ്ങുന്നു, അടിച്ചു പൊളിക്കാൻ ഫോട്ടോ ഷൂട്ട്, അത് എന്ത് പക്കറ എല്ലാം അടിച്ച് പൊളിച്ച്, പിന്നെ മോഷണം, കത്തിക്കുത്ത്, മാസ് മർഡർ. കേരളത്തിന് പ്രശംസയാണ്. അരുത്. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ഒരു നേരായ മാർഗം കഷ്ടതയിൽ തുടങ്ങിയാലും അവസാനം പ്രത്യാശയാണ്. നീ പ്രത്യാശയിൽ വലിയ എടുപ്പിലൊന്ന് എടുത്താലുണ്ടല്ലോ, അത് ഇടയ്ക്ക് കോണി തകർന്ന് പഞ്ചറടിച്ച് നിൽക്കും. ബൈബിൾ വായിച്ചു നോക്കുക. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ആരംഭത്തേക്കാൾ നിന്റെ അവസാനം നന്നാകണം. ആമേൻ, ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-ാം വചനത്തിൽ കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. ആരംഭം കഷ്ടതയേക്കാൾ അവസാനം പ്രത്യാശ നല്ലതായി അവസാനിക്കുന്നു. ആദ്യം പ്രത്യാശയിൽ തുടങ്ങി ഇടുപ്പൊടിഞ്ഞ അവസാനം കഷ്ടതയിലാകുന്ന ആളുകളാണ് ഇവിടെ അധികം. അപ്പോൾ ആ ക്രമത്തിലായാൽ നീ വീഴത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. വേറൊരു സുവിശേഷം കേട്ടാൽ വീഴും. നിത്യതയെ വകവയ്ക്കാതെ ഇവിടത്തെ കാര്യങ്ങൾക്ക് പണിയപ്പോലെ. ദൈവമാണോ 2-ാം കാര്യം, മറ്റത് എല്ലാം ആദ്യ കാര്യം. അവിടെ ഒന്നുമില്ല എങ്കിൽ ഇവിടെ വരും. നിന്നെ ദൈവം പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ആളുകളെ ദൈവം പഠിപ്പിച്ചാൽ അത് ഭയങ്കരമായിരിക്കും. പ്രിയോറിറ്റി ടു ഗാഡ്. ദൈവത്തിന് മുൻഗണന കൊടുക്കുന്നവൻ ഏവൻ വന്ന് വീഴ്ത്തിയാലും നീ വീഴുകയില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ പൂവിൽ പാർത്തീരോ എത്ര ലോകം വിട്ടുപോ. ഇന്നലെ പൂവിൽ പാർത്തീരോ എത്ര ലോകം വിട്ടുപോ. ഇന്നലെ പൂവിൽ കൈയടിക്കണം, കൈ തട്ടണം. ഇന്നലെ പൂവിൽ പാർത്തീരോ എത്ര ലോകം വിട്ടുപോ. ഇന്നലെ പൂവിൽ പാർത്തീരോ എത്ര ലോകം വിട്ടുപോ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി സ്തുതിപ്പാ. എന്നാലോ നമുക്കൊരു നാൾ കൂടെ പ്രിയനെ പാടി. എൻ്റെ വറബറശാലദ റഗല ജന റബല ജന. അഗ്നി വ്യാപരിക്കുന്ന, അഭിഷേക തീ വ്യാപരിക്കുന്ന. കേട്ട വചനം
അയൽക്കാരന് എന്ന് തള്ളിക്കളയരുത്. ക്രിസ്തുവിൽ ലഭിച്ച വിശ്വാസത്തിൽ കൂടി ലഭിച്ച സുവിശേഷം, ക്രിസ്തുവിൻ്റെ കൃപയാൽ ലഭിച്ച സുവിശേഷം, ലോകസ്ഥാപനം മുതൽ ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ച തിരഞ്ഞെടുപ്പിൽ നിന്ന് ലഭിച്ച സുവിശേഷം, ഇതിനെ തള്ളിക്കളഞ്ഞിട്ട് ആളുകളുടെ ഉപദേശം അനുസരിച്ചു വേറൊരു സുവിശേഷം, ഗലാത്യർ 1 പോയി വീട്ടിൽ നിന്ന് വായിക്കണം. ക്രിസ്തു എന്നുള്ള തലയെ തള്ളിക്കളഞ്ഞ് അതിൻ്റെ പുറകിൽ പോയാൽ നീ വീഴും. ഇഹലോക കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകിയാൽ വീഴും. വചനത്തിൻ്റെ ക്രമം അല്പം പ്രയാസമും ഞെരുക്കമും കഷ്ടതയും ഉണ്ടെങ്കിലും അങ്ങനെ തുടങ്ങിയാൽ നീ ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നാൽ അവസാനം പ്രത്യാശയായിരിക്കും, നീ വീഴത്തില്ല. 5 മർക്കോസ് സുവിശേഷം 1 അധ്യായം 15 വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ വിശ്വസിച്ചിട്ട് മാനസാന്തരപ്പെടുവിൻ. അങ്ങനെയാണോ? അല്ല. മാനസാന്തരപ്പെട്ടിട്ട് വിശ്വസിച്ചാൽ നീ വീഴുകയേയില്ല. മാനസാന്തരപ്പെടാതെ വിശ്വസിച്ചാൽ വീഴും. 1 രാജാക്കന്മാർ 6 അധ്യായം 7 വചനം, വെട്ടുകുഴിയിൽ വച്ചു തന്നെ കുറവ് തീർക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുവന്ന് സാലമൻ രാജാ ജെറുസലേം ദേവാലയം പണിതുയർത്തി. മിനുസപ്പെടുത്തപ്പെട്ട കല്ലുകളുടെ കൂട്ടായ്മ ജെറുസലേം ദേവാലയം. അതിൻ്റെ നിഴൽ പുതിയ നിയമത്തിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2 അധ്യായം 47 വചനത്തിൽ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിവസം പ്രതി സഭയിൽ ചേർത്ത്. കുറവില്ലാത്ത കല്ലുകൾ കൊണ്ട് ആലയം പണിതതുപോലെ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട ആളുകൾ കുറവ് അറുത്ത് മാറ്റി ശുദ്ധീകരിച്ച് വിശുദ്ധന്മാരെ, ദൈവമക്കള് കർത്താവ് ദിവസം പ്രതി സഭയിൽ ചേർത്ത്. അതാണ് വിശ്വാസം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ രണ്ടിൻ്റെയും മർമ്മം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. 1 സാമുവേൽ 17:40-49 ഗോലിയാത്തിനെ ജയിക്കുവാൻ ഇടയച്ചെറുക്കൻ ദാവീദ് തോട്ടിൽ നിന്ന് പെറുക്കിയെടുത്തത് കരടുമുറായ കല്ലുകളല്ല, മിനുസമുള്ള കല്ലുകൾ, ഫർണിഷ്ഡ് സ്റ്റോൺ, മിനുസമുള്ള കല്ലുകൾ തോട്ടിൽ നിന്ന് ഇടയച്ചെറുക്കൻ ദാവീദ് പെറുക്കിയെടുത്ത് ഇടയസഞ്ചിയിലിട്ട് ഗോലിയാത്ത് എന്നുള്ള എതിരി ശത്രു മുമ്പിൽ വന്നപ്പോൾ ആ 5 മിനുസമുള്ള കല്ലിൽ നിന്ന് ദാവീദ് ഒറ്റ കല്ലെടുത്ത്, ആമേൻ, 5 എടുത്ത് വാരി എറിഞ്ഞപ്പോൾ 1 ശത്രുവിൻ്റെ നെറ്റിയിൽ കൊണ്ട് എന്നല്ല. ഡേവിഡ് the shepherd boy, the Bible says he picked only one stone. ഒരു കല്ലെടുത്ത് അവൻ്റെ നെറ്റിക്ക് തന്നെ എറിഞ്ഞ്. മിനുസമുള്ള കല്ലിൻ്റെ ലാക്ക് തെറ്റത്തില്ല.